കഞ്ഞിവെള്ളം താളിച്ചത് കേരളത്തിന്റെ സ്വന്തം എനർജി ഡ്രിങ്ക്. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ. അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന നാളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അപ്പോൾ അധ്വാനിക്കുന്ന ആരോ ഒരു പിടി അരി കൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും വയറ് നിറയാനും എനർജി കിട്ടാനും വേണ്ടി ബുദ്ധിപരമായി ചിന്തിച്ച ആരോ ഒരാൾ കണ്ടുപിടിച്ചതാവാം ഇത്. കഞ്ഞിവെള്ളത്തിനെ ഇത്ര ബ്രില്യൻ്റായി ഹെൽത്തിയും രുചികരവും ആക്കിയത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരുപാട് വേർഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ 2 രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അധികം കട്ടിയുള്ളതും ആവാൻ പാടില്ല, അധികം നേർത്തതും ആവാൻ പാടില്ല കേട്ടോ. താളിക്കാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് നല്ലോണം കറിവേപ്പില, 2 വറ്റൽമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് 1/2 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏത് പാത്രമായാലും എടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചീരയോ മുരിങ്ങയിലയോ അല്ലെങ്കിൽ തഴുതാമയുടെ ഇലയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നിറത്തിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും. ഇത് രണ്ടും ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ് കേട്ടോ. ഇത് രണ്ടും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അധികം നേരം വേണ്ട, 5 മുതൽ 10 സെക്കൻഡ് വരെ മാത്രം മതി. എരിവൊന്ന് അതിലേക്ക് ഇറങ്ങണം, മഞ്ഞളൊന്ന് കുറച്ചൊന്ന് ബ്രൈറ്റ് ആവണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 ലിറ്റർ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേനൽക്കാലമാണ്, നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കണം. വയർ അപ്സെറ്റ് ആവാൻ ചാൻസ് ഉള്ള കാലമാണ്. അപ്പോൾ ഗട്ട്സിനൊക്കെ ഒരു ഈസിനെസ് കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 45 ml. കഞ്ഞിവെള്ളം താളിച്ചത് ഒരു ഇളം ചൂടോടെയാണ് കേട്ടോ നമ്മൾ കഴിക്കുക. കഴിക്കുന്നതിന് മുന്നേ ഒരു പുളിപ്പിന് വേണ്ടി ഒരു 1/2 മുറി ചെറുനാരങ്ങ, ഒരു 1/4 മുറി ചെറുനാരങ്ങയോ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിക്കാം. നമ്മുടെ കഞ്ഞിവെള്ളം താളിച്ചത് റെഡിയാണ്. ആദ്യത്തേത് ഇതെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് തരണേ. എനർജിയും തരും, നല്ല സ്വാദുമാണ്. ഇനി രണ്ടാമത്തേതിലേക്ക് കടക്കാം. ഇതും സാധാരണ താളിച്ച് തന്നെയാണ് ചെയ്യുക. പക്ഷെ ഞാൻ ഇന്ന് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാത്രം എടുക്കാം കേട്ടോ. ഒരു കുഴിവുള്ള പാത്രം ആയാലും മതി. അതിലേക്ക് ഒരു 7-8 ചെറിയുള്ളിയും ഒരു 2-3 പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 10-15 എണ്ണം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിലേക്ക് വേറെ ഇലകളൊന്നും ചേർക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇതിലേക്ക് ചെറുനാരകത്തിന്റെ ഇല വേണമെങ്കിൽ ചേർക്കാം. ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായി പിച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരകല്ലിൽ വെച്ച് അത്രയും അരച്ചെടുക്കണ്ട, പക്ഷെ എല്ലാം ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം കേട്ടോ. ഈ പ്രോസസ്സ് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതാ ഈ ഒരു പാകത്തിന് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് പുളിപ്പിനായിട്ട് ഒരല്പം തൈര്, പുളിപ്പുള്ള തൈര്, അല്ലെങ്കിൽ നല്ല പുളിപ്പുള്ള മോരുണ്ടെങ്കിൽ അതും ആവാം. മോരോ തൈരോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ കഞ്ഞിവെള്ളം, ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ കഞ്ഞിവെള്ളം താളിച്ചതും റെഡിയാണ് കേട്ടോ. താളിച്ചത് എന്ന് ടെക്നിക്കലി ഇതിനെ പറയാൻ പറ്റില്ല, എന്നാലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ താളിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. രണ്ടും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം ഫീഡ്ബാക്ക് കമൻറ്റിലിടണേ കേട്ടോ.